സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുഷ്കറിലെ ഒട്ടക സവാരിയാണ് ഈ വീഡിയോയിൽ. ക്യാമൽ റൈഡ് ബോർഡ് വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഡ്രൈവർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഇത്തവണത്തെ യാത്രയിൽ ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ഡ്രൈവറെ കിട്ടിയത്. കമ്മീഷൻ്റെ ആശാനായിരുന്നു മൂപ്പര്. ഒട്ടക സവാരിയുണ്ട്, ഒട്ടകത്തിൽ വണ്ടിയിലിരുന്നുള്ള സവാരിയുണ്ട്, ഓഫ് റോഡ് ജീപ്പുകളിലുള്ള സവാരിയുണ്ട്. വണ്ടിയിൽ പോകുന്നതിന് അവർ ആവശ്യപ്പെട്ടത് 6000 രൂപയാണ്. ഈ പരിപാടി വേണ്ട, തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരക്കൂട്ടി. അപ്പോൾ പിന്നെ വില പൈസയിലേക്ക് കടന്നവർ. ഡ്രൈവർക്കായിരുന്നു നിർബന്ധം ഞങ്ങളെ ഒട്ടകപ്പുറത്ത് കയറ്റണമെന്ന്. എല്ലാ യാത്രകളിലും ബോധ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഡ്രൈവർമാർക്ക് അതാത് സ്ഥലങ്ങളിൽ നിന്നുള്ള കമ്മീഷൻ. കുറച്ചു നേരം വില പേശിയപ്പോൾ 6000 എന്നുള്ളത് കുത്തനെ 1500 അങ്ങനെ നമ്മുടെ സവാരി തുടങ്ങി. നമ്മുടെ കാളവണ്ടി പോലെ തന്നെ ഒരു ഒട്ടക വണ്ടി, ഇത്തിരി കാര്യമായിട്ട് അലങ്കരിച്ച് ഇട്ടുണ്ടെന്ന് മാത്രം. വഴിയിലെ കുണ്ടിലും കുഴിയിലൊക്കെ വീഴുന്നതിനനുസരിച്ച് നമ്മളും ആടി കുലുങ്ങി ഒരു സുഖമില്ലാത്ത യാത്രയായിരുന്നു. പശ്ചാത്തല സംഗീതം ഒട്ടകത്തിൻ്റെ മണിയൊച്ച. അറിയണ മുറി ഹിന്ദിയിൽ ഒട്ടക ഡ്രൈവറോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. कुंड का नाम क्या है? राजा। तुम्हारा नाम? दिलीप। आपका नाम? श्रीलता। श्रीलता। हाँ हाँ, ജനാർദ്ദനൻ. കുറേ ദൂരം സാധാരണ റോഡിൽ കൂടെ തന്നെയാണ് പോയത്. എവിടെ നോക്കിയാലും ഒരു തരം വരണ്ടുണങ്ങിയ പ്രദേശങ്ങളും അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ കെട്ടിടങ്ങളും. മാത്രമല്ല കുണ്ടിലും കുഴിയിലൊക്കെ ചാടുമ്പോൾ നമ്മുടെ നടുവിൻ്റെ പണി ഒരുവിധം ലെവലാവും. ഒരു പാട്ടിൻ്റെ വരി ഓർമ്മ വന്നു. ഇപ്പോൾ സീസണൊന്നും അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അവർ റേറ്റ് കുറച്ച് തന്നത്. സീസണാണെങ്കിൽ അവർ പിടിച്ച പിടിയിൽ നിൽക്കും. നവംബർ മാസത്തിലാണ് പുഷ്കറിൽ വലിയൊരു മേള, പുഷ്കർ മേള എന്ന് പ്രസിദ്ധമായിട്ടുള്ളൊരു മേള നടക്കാറ്. ആ ദൂരെ കാണുന്നത് സാവിത്രി മാതാവിൻ്റെ ക്ഷേത്രമാണെന്നാണ് ഡ്രൈവർ പറയുന്നത്. മലയുടെ മുകളിലേക്ക് കേബിൾ കാറുണ്ട്, നടന്നും പോകാൻ. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുള്ള ഒരേ ഒരു സ്ഥലമാണ് പുഷ്കർ. ബ്രഹ്മാവിൻ്റെ ഭാര്യയായ സാവിത്രി ദേവിയുടെ ക്ഷേത്രമാണ് അങ്ങ് ദൂരെ ആ മലമുകളിൽ കാണുന്നത്. അതേക്കുറിച്ച് വണ്ടിക്കാരൻ അയാളുടെ മുറി ഇംഗ്ലീഷിൽ ഞങ്ങളോട് പറഞ്ഞു. Also going the cable car by walk. ഉച്ചയിൽ മരുഭൂമിയിൽ ഒട്ടകത്തിൻ്റെ നിഴലിൽ കാണാൻ നല്ല ഭംഗി. വേറൊരു ഒട്ടകം മുന്നിൽ പോകേണ്ട കാരണം പിന്നിലും വരുന്നു. യാത്രക്കിടയിൽ വണ്ടിക്കാരൻ അയാളുടെ ഒരു ഹ്രസ്വമായിട്ടുള്ള ജീവചരിത്രമൊക്കെ പറഞ്ഞു. Hello my friend, how are you? Good? Good camel ride? This camel, Pushkar, desert. My friend, they also riding. This is my father. This is my mother. ഡ്രൈവർ ഞങ്ങളെ അയാളുടെ അമ്മയും അച്ഛനും ആക്കി. ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി. അത് കഴിഞ്ഞ് ആൾ ധൈര്യം തന്ന് എന്നെ ഒട്ടകപ്പുറത്തൊന്ന് കയറ്റി കുറച്ച് ദൂരം ഒന്ന് നടത്തി.
നമ്മുടെ ആളുടെ കയ്യിൽ ഒട്ടകത്തിൻ്റെ നിയന്ത്രണവും ഏൽപ്പിച്ചു. പാവം ഒട്ടകം. 2 കൊല്ലം മുമ്പ് രാജസ്ഥാനിൽ ജയ്സാൽമീറിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഒട്ടക സവാരി നടത്തുകയുണ്ടായി. അന്ന് പക്ഷേ ഇതുപോലെ മരത്തിൻ്റെ ഒരു ഇരിപ്പിടമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഇരിക്കാൻ ഒട്ടും സുഖം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ശരീരം ഇങ്ങനെ സങ്കോചിക്കുമ്പോഴൊക്കെ നമുക്ക് ഇരിക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. അന്നത്തെ രാജസ്ഥാൻ യാത്രയിൽ പുഷ്കറും അജ്മീറും ഒഴിവാക്കിയിരുന്നു. അതാണ് ഇത്തവണ ഡൽഹിയിൽ വന്നപ്പോൾ ഇവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചത്. ഇവിടെ കുറേ ടെൻറ്റുകൾ, അതിൻ്റെ പിൻഭാഗമാണ് ഈ കാണുന്നത്. രാത്രി കഴിഞ്ഞാൽ ആട്ടവും പാട്ടും ബഹളങ്ങളും ആഘോഷങ്ങളും നല്ല ഫുഡും സംഗീതവും എല്ലാം കൂടി ഈ പ്രദേശത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. രാത്രിയിൽ നിലാവെളിച്ചത്തിൽ ഈ മരുഭൂമിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അന്ന് ജയ്സാൽമീറിലെ രാത്രിയിൽ നിലാവിൻ്റെ ഭംഗി ഞങ്ങൾ ആസ്വദിച്ചതാണ്. ഞങ്ങളെപ്പോലെ 2-3 യാത്രാ സംഘങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് 2 ജീപ്പുകളും കണ്ടു. അങ്ങനെ ഞങ്ങളുടെ സവാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് മടക്കാം. വാർദ്ധക്യം കൊണ്ട് ആവശ്യമായിട്ട് വീണു പോയിട്ടുള്ള ഒരു ഒട്ടകത്തിനെ അതിൻ്റെ ഉടമസ്ഥന്മാർ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. ആ മരുഭൂമിയിലെ കൊടും ചൂടിൽ കിടന്ന് അത് പ്രാണൻ വെടിയും. പാവം തോന്നി അതിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ. എന്തൊരു ക്രൂരതയാണെന്ന് നോക്കിയേ. ആയുഷ്കാലം മുഴുവൻ അത് അതിൻ്റെ യജമാനു വേണ്ടി പണിയെടുത്തു. അതിന് വയ്യാണ്ടായപ്പോഴോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നും ചെയ്യാം. ഇനി മറ്റൊരു പുഷ്കർ വീഡിയോ ആയിട്ട് അധികം വൈകാണ്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.